ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് WTO എഗ്രിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് WTO എഗ്രിമെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനോട് WTO നടത്തുന്ന അതിനോടുള്ള കാഴ്ചപ്പാടുകളും. ഓക്കെ, അതെങ്ങനെ അത് പരിഹരിക്കാമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുകളും. അപ്പോൾ ഒരു 6 പ്രോബ്ലംസും 6 പ്രോസ്പെക്ട്സുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, WTO എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലാത്തവർക്ക് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോ പറ്റി മനസ്സിലാക്കാം. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് WTO എഗ്രിമെന്റ്. The World Trade Organization (WTO) agreement plays a major role in regulating global trade and അത് ഗ്ലോബൽ ട്രേഡ് റെഗുലേറ്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒന്നാണ് WTO എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എൻഷുറിങ് എ ലെവൽ പ്ലേയിങ് ഫീൽഡ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അതിന്റെ അംഗരാജ്യങ്ങൾക്കെല്ലാം ഒരുപോലെയുള്ള തുല്യത വരുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഇവർ എടുക്കുന്നത്. However, it faces several challenges along with ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്. ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസിൽ ഇവർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നമുക്ക് ആദ്യം WTO എഗ്രിമെന്റ് നേരിടുന്ന പ്രശ്നങ്ങൾ നോക്കാം. അതിൽ ഒന്നാമത്തത് ഡെവലപ്ഡ് വേഴ്സസ് ഡെവലപ്പിംഗ് കൺട്രി ഡിവൈഡ് ആണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അത് ഡെവലപ്ഡ് നേഷൻസിനോട് എടുക്കുന്ന തീരുമാനങ്ങളും ഡെവലപ്പിംഗ് നേഷനോട് എടുക്കുന്ന തീരുമാനങ്ങളും ഇവർക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്, വേർതിരിവുണ്ട്. അതൊരു പ്രശ്നമാണ്. അതാണ് പ്രോബ്ലം ആയിട്ട് പറയുന്നത്. WTO റൂൾസ് ഓഫൺ റിഫ്ലക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെവലപ്ഡ് നേഷൻസ്. അത് വികസിത രാജ്യങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ സബ്സിഡീസ് ഇൻ ദ US ആൻഡ് യൂറോപ്യൻ യൂണിയൻ ആർ അലൗഡ്. അതായത് US-ലെ യൂറോപ്യൻ യൂണിയനൊക്കെ അഗ്രികൾച്ചർ സബ്സിഡീസ് അനുവദിക്കുന്നുണ്ട്. എന്താണ് ഈ സബ്സിഡി? അതായത് ഒരു സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സബ്സിഡി കൊടുക്കുന്നത്. WTOയുടെ റൂൾ പ്രകാരം ഒരു പരിധിയിൽ കൂടുതൽ ഒരു ഉൽപ്പന്നത്തിനെ സബ്സിഡി കൊടുത്ത് ഒരു രാജ്യം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഓക്കെ, ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് സെൽഫ് റിലയൻസ് ആവാൻ പാടില്ല. ട്രേഡ് അല്ലേ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിയും കൂടെ ചെയ്ത് അവരെയും കൂടെ സഹായിക്കുന്ന രീതിയിൽ വേണം കാര്യങ്ങൾ നീക്കാൻ. ഓക്കെ, അതുകൊണ്ടാണ് ഈ സബ്സിഡിക്ക് വിലക്ക് ഒരു നിബന്ധന ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈൽ ഡെവലപ്പിംഗ് നേഷൻസ് ആർ റെസ്ട്രിക്റ്റഡ് ഫ്രം പ്രൊട്ടക്ടിങ് ദെയർ ഫാമേഴ്സ്. അപ്പോൾ ഡെവലപ്പിംഗ് നേഷൻസ് അവർ സബ്സിഡി കൊടുത്ത് അവരുടെ ഫാർമേഴ്സിനെ പ്രൊട്ടക്റ്റിൽ നിന്ന് വിലക്കുന്നുണ്ട്. എന്നാൽ ഡെവലപ്ഡ് നേഷൻസിന് US-ലെ പോലുള്ള ഡെവലപ്ഡ് നേഷൻസിനൊക്കെ അവർ എന്ത് അനുവദിക്കുന്നുണ്ട്? സബ്സിഡി അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലമാണ്, ഒരു ഇരട്ടത്താപ്പാണ് അവിടെ കാണിക്കുന്നത്. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് സ്ലോ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് നെഗോഷിയേഷൻസ് ആണ്. അത് നെഗോഷിയേഷൻസ് നടത്തുന്നതിലും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ചില കാലതാമസം നേരിടുന്നുണ്ട്. അതായത് പ്രോബ്ലം ഇതാണ്: WTO ഡിസിഷൻസ് റിക്വയർ കൺസെൻസസ് എമംഗ് ഓൾ 164+ മെമ്പേഴ്സ്. അതായത് ലോകത്ത് മൊത്തം 195 രാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ 164 കൂടുതൽ രാജ്യങ്ങളും WTO-യിലെ അംഗരാജ്യങ്ങളാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് എല്ലാ രാജ്യങ്ങളുടെയും ഒരു സമ്മതം വേണം. അപ്പോൾ അവിടെ ഒരു കാലതാമസം വരുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ദോഹ ഡെവലപ്മെന്റ് റൗണ്ട് ഹാസ് ബീൻ സ്റ്റോൾഡ്. അതായത് ദോഹ ഡെവലപ്മെന്റ് റൗണ്ട് എന്നൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ഇത് 2001 മുതൽ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഡിസ്അഗ്രിമെന്റ്സ് ഓൺ അഗ്രികൾച്ചർ റിഫോംസ്. അത് അഗ്രികൾച്ചർ റിഫോംസിൽ ചില രാജ്യങ്ങൾ എഗ്രി ചെയ്യാതെ വന്നു. സബ്സിഡീസിന്റെ കാര്യത്തിൽ, മാർക്കറ്റ് ആക്സസിന്റെ കാര്യത്തിലൊക്കെ ചില രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അത് ഇതിന് ഉദാഹരണമാണ്. അടുത്തെന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ക്രൈസിസ് ആണ്. അത് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യുന്നതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. അതിൽ പ്രോബ്ലം ഇതാണ്: അത് WTOയുടെ ഹയസ്റ്റ് കോർട്ട് ഉണ്ട്. ഓക്കെ, അതാണ് അപ്പലേറ്റ് ബോഡി എന്ന് പറയുന്നത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത് WTOയുടെ. ദ അപ്പലേറ്റ് ബോഡി ഹാസ് ബീൻ ഡിസ്ഫങ്ഷണൽ സിൻസ് 2019. 2019 മുതൽ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. കാര്യം US ചെയ്തത് ഇതാണ്: അവിടെ ഒഫീഷ്യൽസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ നിന്നും US ആൾക്കാരെ പ്രിവെന്റ് ചെയ്ത് വിലക്കി കളഞ്ഞു. അപ്പോഴത്തേക്ക് ഒഫീഷ്യൽസ് അവിടെ അപ്പോയിന്റ് ചെയ്യാം. അതായത് ഒഫീഷ്യൽസ് അവിടെ ചാർജ് എടുക്കാതെയായി. അവിടെ ഹയസ്റ്റ് റാങ്കിലുള്ള ഒഫീഷ്യൽസ് ഇല്ല. അവരാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ എഫക്റ്റ് എന്താണ്? കൺട്രീസ് ആർ അൺഏബിൾ ടു റിസോൾവ് ഡിസ്പ്യൂട്ട്സ്. രാജ്യങ്ങൾക്ക് അത് തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല, എഫക്റ്റീവായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഈ സിസ്റ്റത്തിന് മേലുള്ള ആ ഒരു വിശ്വാസം പോവുകയല്ലേ, റെഡ്യൂസിങ് ട്രസ്റ്റ് ഇൻ ദ സിസ്റ്റം. രാജ്യങ്ങൾക്ക് അതിന് മേലുള്ള വിശ്വാസം പോയി. അടുത്തത് ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ ന്യൂ ട്രേഡ് ഇഷ്യൂസ് ആണ്. അത് പുതിയ ട്രേഡ് ഇഷ്യൂസ്, അത് കാലം പുരോഗമിച്ച് വരെയല്ലേ, അപ്പോഴത്തേക്ക് പുതിയ ട്രേഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. പ്രശ്നം ആയിട്ട് പറയുന്നത് WTO ഹാസ് ബീൻ സ്ലോ ഇൻ അഡ്രസ്സിങ് മോഡേൺ ഇഷ്യൂസ് ആണ് ഞാൻ പറയുന്നത്. ഡിജിറ്റൽ ട്രേഡ് പോലുള്ള, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കൊമേഴ്സ്, ഇങ്ങനെയുള്ള മോഡേൺ ഇഷ്യൂസിലൊക്കെ ഇതൊക്കെ അഡ്രസ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ ഇതിന്റെ എഫക്റ്റ് എന്താണ്? കൺട്രീസ് ആർ ടേണിംഗ് ടു റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്. അപ്പോൾ റീജിയണലായിട്ട്, ഇപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് പരസ്പര എഗ്രിമെന്റോടുകൂടി ട്രേഡ് ചെയ്യാൻ ആരംഭിച്ചു. അതായത് RCEP, CPTPP ഇങ്ങനെയുള്ള ഇതൊക്കെ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്
എഗ്രിമെന്റ് ആണ്. ഈ RCEP എന്നുള്ളത് റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്നാണ് കേട്ടോ. CPTPP ഉണ്ട്, അത് കോംപ്രഹെൻസീവ് ആൻഡ് പ്രോഗ്രസീവ് എഗ്രിമെന്റ് ഫോർ ട്രാൻസ് പസഫിക് പാർട്ണർഷിപ്പ് എന്നാണ്. അപ്പോൾ ഇതെല്ലാം റീജിയണൽ ആയിട്ടുള്ള എന്താണ് എഗ്രിമെന്റുകളാണ്. അപ്പോഴത്തേക്ക് ഈ WTOയുടെ പരാജയം മൂലമാണ് ഇങ്ങനെയുള്ള എഗ്രിമെന്റ്സ് ഒക്കെ ഉദയം ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ പ്രശ്നത്തിൽ നിന്ന് ഉദയം ചെയ്യുന്നതാണ്. അത് പ്രൊളിഫറേഷൻ ഓഫ് റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ് RTAs. അതായത് റീജിയണൽ ട്രേഡ് എഗ്രിമെന്റിന്റെ വർധന, ഒരുപാട് റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ് നേരത്തെ പറഞ്ഞ പോലുള്ള റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ് വർദ്ധിച്ചു. പ്രോബ്ലം, റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ് ആർ ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ WTO റിഫോംസ്. WTO റിഫോംസിനേക്കാൾ WTO ആഞ്ഞു കിടന്ന് പരിശ്രമിക്കുകയാണ്. അപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ഇവിടെ റീജിയണൽ അഗ്രിമെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് അണ്ടർമൈൻസ് WTO's സെൻട്രൽ റോൾ ഇൻ ഗ്ലോബൽ ട്രേഡ് ഗവേണൻസ്. ഈ ഗ്ലോബൽ ട്രേഡ് ഗവേൺ ചെയ്യുന്നതിന് അത് ഗ്ലോബൽ ട്രേഡ് ആഗോള വിപണി കൈകാര്യം ചെയ്യുന്നതിന് ഇവർക്കൊരു പങ്കുണ്ട്. അപ്പോൾ അതൊക്കെ പോയി, അങ്ങനെ ഒരു പ്രശ്നം ഇവർ നേരിട്ടു. അടുത്തതെന്ന് പറയുന്നത് അൺഈക്വൽ ബെനിഫിറ്റ്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈക്വൽ അല്ലാത്ത ബെനിഫിറ്റ്സ് ചില രാജ്യങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഓക്കെ, പ്രോബ്ലം, ദ പ്രിൻസിപ്പിൾ ഓഫ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ. അത് WTO ഫേവർ ചെയ്യുന്ന ചില ഡെവലപ്ഡ് നേഷൻസ് ഉണ്ട്. മേ നോട്ട് ഓൾവേസ് ഹെൽപ്പ് ദ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ അതെന്ത് ചെയ്യത്തില്ല, ഈ ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് ആഫ്രിക്കയിലൊക്കെ ഒരുപാട് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, അവർക്കൊന്നും ഇവരുടെ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിന്റെ എഫക്റ്റ് എന്താണ്? ദേ ഫേസ് ഡിഫിക്കൽട്ടി ഇൻ കമ്പീറ്റിംഗ് ഓൺ ഈക്വൽ ഫൂട്ടിംഗ്. അവർക്ക് ഈക്വൽ ഫൂട്ടിങ്ങിൽ, അതായത് തുല്യതയ്ക്ക് വേണ്ടിയിട്ട് അവർ കമ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു ചില പ്രശ്നങ്ങൾ അവർ നേരിടുകയാണ്. അടുത്തത് പ്രോസ്പെക്ട്സ് ആണ് കേട്ടോ. പ്രോസ്പെക്ട്സ് ഓഫ് WTO എഗ്രിമെന്റ് ആണ്. അതിൽ ഒന്നാമത്തത് പ്ലാറ്റ്ഫോം ഫോർ ഗ്ലോബൽ ട്രേഡ് നെഗോഷിയേഷൻസ്. അതായത് ഗ്ലോബൽ ട്രേഡ് എല്ലാ പ്രശ്നങ്ങളൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് ഒരു പ്ലാറ്റ്ഫോം. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് മേലുള്ള WTOയുടെ ഈ കാഴ്ചപ്പാടുകൾ. അപ്പോൾ പ്രോസ്പെക്ട് ഇതാണ്: WTO റിമെയിൻസ് ദ ഓൺലി ലാറ്ററൽ പ്ലാറ്റ്ഫോം. അതായത് ലാറ്ററൽ ആയിട്ടുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോം വെച്ചാൽ WTO ആണ്. വേർ ഓൾ കൺട്രീസ് ഹാവ് എ വോയിസ്. എല്ലാ രാജ്യങ്ങൾക്കും വോയിസ് ഉള്ള, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിന്റെ പ്രോസ്പെക്റ്റ് ആയിട്ട് ആര് കാണുന്നത്? WTO കാണുന്നത്. ഇതിന്റെ ഫ്യൂച്ചർ ഇതാണ്: റീഫോംസ് കുഡ് മേക്ക് ഇറ്റ് മോർ ഇൻക്ലൂസീവ് ആൻഡ് എഫിഷ്യൻറ്റ്. അത് ഇനി ഫ്യൂച്ചറിൽ വരാൻ നേരത്ത് അത് കൂടുതൽ ഇൻക്ലൂസീവ് ആകും. അവരുടെ ആൾക്കാരെ കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നടപടി WTO സ്വീകരിക്കും. അടുത്തത് റിവൈവൽ ഓഫ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം ആണ്. നേരത്തെ ഇവരുടെ ഹയസ്റ്റ് കോർട്ടിന്റെ കാര്യം പറഞ്ഞില്ല, അപ്പോൾ അതിനെ റിവൈവ് ചെയ്യുന്നതിന്, പുനർജീവിച്ചു കൊണ്ടുവരുന്നതിന്. ഇപ്പം ഇപ്പം ആകെ പ്രശ്നമായിട്ട് കിടക്കുകയാണല്ലോ, അവിടെ US ഇടപെട്ടിട്ട് അവരുടെ ഒഫീഷ്യൽസിനെയൊക്കെ ജോയിൻ ചെയ്യാൻ അനുവദിക്കാതെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, അതിന്റെ പ്രോസ്പെക്ട് ഇതാണ്: ഓൺ ഗോയിങ് ഡിസ്കഷൻസ് ടു റീസ്റ്റോർ ദ അപ്പലേറ്റ് ബോഡി. അപ്പലേറ്റ് ബോഡി എന്ന് വെച്ചാൽ ഈ കോർട്ട്, അതിനെ പുനർജീവിപ്പിക്കുന്നതിനുള്ള ഡിസ്കഷൻസ് നടക്കുന്നു. മേ സ്ട്രെങ്തൻ എൻഫോഴ്സ്മെന്റ് ഓഫ് ട്രേഡ് റൂൾസ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? ഈ ട്രേഡ് റൂൾസിനെയൊക്കെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യിക്കും. അടുത്തത് സപ്പോർട്ട് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഡെവലപ്പിംഗ് കൺട്രീസിനെ കൊടുക്കുന്ന സപ്പോർട്ട്, അതിന്റെ പ്രോസ്പെക്ട് ഇതാണ്: WTO ഇനിഷ്യേറ്റീവ്സ് ലൈക്ക്, അതായത് എയ്ഡ് ഫോർ ട്രേഡ് ആൻഡ് സ്പെഷ്യൽ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്, S&DT എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ WTOയുടെ ഇനിഷ്യേറ്റീവ്സ് ആണ്. ക്യാൻ ഹെൽപ്പ്, ഇതുപോലുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ക്യാൻ ഹെൽപ്പ് ഡെവലപ്പിംഗ് നേഷൻസ് ഇന്റഗ്രേറ്റ് ഇൻ ടു ദ ഗ്ലോബൽ എക്കോണമി. അവർക്ക് ഈ ഗ്ലോബൽ എക്കോണമിയായിട്ട് കൂടിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ആരെ സഹായിക്കും? ഈ ഡെവലപ്പിംഗ് കൺട്രീസിനെ, പാവപ്പെട്ട രാജ്യങ്ങളെ സഹായിക്കും. അടുത്തത് ട്രേഡ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അത് ദീർഘകാലത്തേക്കുള്ള. അതിന്റെ പ്രോസ്പെക്ട് ഇതാണ്: WTO ക്യാൻ ബിക്കം എ പ്ലാറ്റ്ഫോം ഫോർ അലൈനിങ് ട്രേഡ് വിത്ത് ക്ലൈമറ്റ് ഗോൾ. അതായത് ക്ലൈമറ്റ് ഗോളിനുമായിട്ട് അലൈൻ ചെയ്യണം. പിന്നെ സച്ച് ആസ് ത്രൂ ഗ്രീൻ സബ്സിഡീസ്. ഗ്രീൻ സബ്സിഡീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ റിന്യൂവബിൾ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾസ്, പിന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ, അപ്പോൾ ക്ലീൻ ടെക്നോളജി, അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ട്രേഡാണ് അതിന് വേണ്ടിയിട്ടൊക്കെ സബ്സിഡി കൊടുക്കുന്നതാണ് ഗ്രീൻ സബ്സിഡീസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ. കാർബൺ ബോർഡർ എന്ന് വെച്ചാൽ ഈ അന്തരീക്ഷത്തിലെ കാർബണിന്റെ എമിഷൻ കുറയുന്നതിനുള്ള ആ അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നുണ്ട്? WTO ചെയ്യുന്നുണ്ട്. അപ്പം അടുത്തതെന്ന് പറയുന്നത് ഡിജിറ്റൽ എക്കണോമി ആൻഡ് കൊമേഴ്സ് ആണ്. അതിന്റെ പ്രോസ്പെക്ട് ഇതാണ്: WTO ഹാസ് സ്റ്റാർട്ടഡ് ടോക്സ് ഓൺ കൊമേഴ്സ് റൂൾസ്. നേരത്തെ അതിന് ഒരു പരാജയമായിരുന്നല്ലോ. അപ്പോൾ കൊമേഴ്സ് റൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇവർ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ടു സെറ്റ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിജിറ്റൽ ട്രേഡ്. അപ്പോൾ ഇതൊക്കെ സാധ്യതയാണ്, ഗ്ലോബൽ ഡിജിറ്റൽ ട്രേഡിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണിത്. അടുത്തത് പാൻഡമിക് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ട്രേഡ് ആണ്. ഓക്കെ, അത് കോവിഡ് ഒക്കെ വന്നിരുന്നല്ലോ, അത് പ്രോസ്പെക്ട് ഇതാണ്: പോസ്റ്റ് കോവിഡ്, അത് കോവിഡിന്റെ ആ ഒരു സംഭവത്തിന് ശേഷം WTO ഈസ് അഡ്രസ്സിങ് ഇഷ്യൂസ് ലൈക്ക് വാക്സിൻ ട്രേഡ് ബാരിയേഴ്സ്. വാക്സിൻ ട്രേഡ് ബാരിയേഴ്സ് ഒക്കെ ഇവർ WTO ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് വാക്സിൻ കൊടുക്കുന്നതിന് അതിൽ ഈടാക്കുന്ന ബാരിയേഴ്സ്, അതിൽ ഈടാക്കുന്ന ടാരിഫുകളൊക്കെ ഇളവ് കൊടുക്കുക, ഇങ്ങനെയുള്ള നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. ആൻഡ് ഹെൽത്ത് സപ്ലൈ ചെയിൻസ് ഒക്കെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള
ഇത് ഈസി ആയിട്ട് അത് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും WTO സ്വീകരിക്കുന്നുണ്ട്, വിച്ച് ഇൻക്രീസസ് ഇറ്റ്സ് റിലവൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്, WTOയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. നേരത്തെ നഷ്ടപ്പെട്ട വിശ്വാസം അവർ കുറച്ച് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ കൺക്ലൂഷനായിട്ട് പറയാവുന്നതാണ്, ദ WTO എഗ്രിമെന്റ് ഹാസ് ഹെൽപ്ഡ് ലിബറലൈസ് ഗ്ലോബൽ ട്രേഡ്. അതായത് ഗ്ലോബൽ ട്രേഡ് ലിബറലൈസ് ചെയ്യുന്നതിന് എന്ത് സഹായിച്ചിട്ടുണ്ട്, WTO എഗ്രിമെന്റ് സഹായിച്ചിട്ടുണ്ടെന്ന് യാതൊരു സംശയമില്ല. ആൻഡ് പ്രിവെന്റ് ട്രേഡ് വാർ ഒക്കെ, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് വാർ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഹൗവർ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എഫക്റ്റീവ്നെസ് ഈസ് ത്രെട്ടൻഡ് ബൈ ഔട്ട്ഡേറ്റഡ് റൂൾസ്. അതായത് വളരെ പഴക്കം ചെന്ന റൂൾ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ അതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, പവർ ഇംബാലൻസസ് ഉണ്ടായി, പിന്നെ അത് അവരുടെ ഒരു അധികാരത്തിൽ നിന്നുള്ള ഒരു ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി, ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ഈ WTO ബാധിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ പരിഹരിക്കേണ്ടത് ഇപ്പോൾ റിഫോം, മോഡേണൈസേഷൻ ആൻഡ് ഇൻക്ലൂസിവിറ്റി, ഇതൊക്കെ എന്തിനാവശ്യമാണ്? എസെൻഷ്യൽ ടു എൻഷുർ ദാറ്റ് WTO റിമെയിൻസ് റിലവൻറ്റ്. അതായത് WTOയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻ ദ എവോൾവിംഗ് ഗ്ലോബൽ ട്രേഡ് ലാൻഡ്സ്കേപ്പ്. ഇപ്പം ഗ്ലോബൽ ട്രേഡ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇ കൊമേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അത് ഇവോൾവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പഴയ റൂളും പിടിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. രാജ്യങ്ങൾ അവരുടെ പാട്ടിന് പോകും. അവരുടെ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഒപ്പിട്ട് അവർ ട്രേഡ് നടത്തും. അപ്പം ഇവരെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്താലേ ഇവർക്ക് ഇനി ആ ഒരു പ്രസക്തി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.